പഠിക്കൽ ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥി മാളവിക ഇത്തവണയും മത്സര രംഗത്തുണ്ട്. ഇത്തവണ നാടോടി നൃത്തമാണ് മാളവികയുടെ മത്സര ഇനം. ഗുരുവായ സജിയാണ് മാളവികയ്ക്കായി നാടോടി നൃത്തത്തിന് പാട്ടൊക്കെ തയ്യാറാക്കിയത്. തുടർച്ചയായി കലോത്സവ വേദിയിലെത്തുന്ന ഒരു കൊച്ചു മിടുക്കിയുണ്ട് മാളവിക വിജയ്. പക്ഷേ ഇത്തവണ ആളെത്തിയിരിക്കുന്നത് ഹയർ സെക്കൻഡറി വിഭാഗം നാടോടി നൃത്ത മത്സരത്തിൽ പങ്കെടുക്കാനായിട്ടാണ്. എന്തായാലും ആളുടെ നാടോടി നൃത്തത്തിനുള്ള പാട്ട് കമ്പോസ് ചെയ്തിരിക്കുന്നത് സ്വന്തം ഗുരുവാണ്. പറയുമോളെ, എങ്ങനെ ഉണ്ടായിരുന്നു നാടോടി നൃത്തം? കളിച്ചത് സംതൃപ്തി തോന്നിയോ കളിച്ചിറങ്ങിയപ്പോ? സംതൃപ്തി തോന്നി. എ ഗ്രേഡ് കിട്ടും പ്രതീക്ഷിക്കുന്നു. നന്നായി കളിക്കാൻ പറ്റി. പ്രാക്ടീസ് ചെയ്ത സമയത്തൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടുണ്ടാവും എന്നറിയാം. അതിൻ്റെ ഒരു ഫുള്ളായിട്ട് എനിക്കിവിടെ കൊടുക്കാൻ പറ്റി, അങ്ങനെ തോന്നിയിട്ടുണ്ടായിരുന്നു? തോന്നി. രാവിലെ എഴുന്നേറ്റ് കുറേ പ്രാക്ടീസ് ചെയ്യും. പിന്നെ അങ്ങനെ ക്ലാസ്സെല്ലാം കുറേ മിസ്സായി. അങ്ങനെ കുറേ ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് ഇവിടെ എത്താൻ പറ്റിയത്. കഴിഞ്ഞ തവണയൊക്കെ ഏത് ഇനത്തിലാണ് മത്സരിച്ചിട്ടുണ്ടായിരുന്നത്? കഴിഞ്ഞ തവണ മോഹിനിയാട്ടമായിരുന്നു. അതിന് മുന്നത്തെ തവണ ഫോക്ക് ഡാൻസ്, ഭരതനാട്യം, മോഹിനിയാട്ടം. ഇദ്ദേഹമാണ് ഗുരു എന്ന് പറയുന്നത്. പറഞ്ഞോളൂ. ഞാൻ ഒരു 2003 തൊട്ട് ഈ കലോത്സവ വേദിയിലുള്ളതാണ്. അതിലൊരു 2008 തൊട്ട് എൻ്റെ പുതിയ ഐറ്റങ്ങൾ വരാൻ തുടങ്ങി. അതിലിപ്പം എന്താ ഒരുപാട് ഫോക്ക് ഡാൻസ് പിന്നെ ഞാൻ വേദികളിൽ എത്തിച്ചിട്ടുണ്ട്. മാളു എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പെഷ്യലാണ്. മാളുവിന് നമ്മളിപ്പോൾ ഒരു നിമിഷം പഠിപ്പിച്ചു കൊടുത്തത് മാളുവിന് മനസ്സിലാതിരിക്കും. നമ്മളെ അപ്പോൾ മാളു ഒന്നും ചെയ്യില്ല, മാളു അഭിനയിക്കും. പക്ഷേ മാളു വേദിയിൽ വരുമ്പോൾ ആ കഥാപാത്രം സതിയാണെങ്കിൽ സതി, ശിവനാണെങ്കിൽ ശിവൻ, ദക്ഷനാണെങ്കിൽ ദക്ഷൻ, ഒരു അടിയാത്തിയാണെങ്കിൽ തമ്പ്രാണെങ്കിൽ അതാണ് മാളു. നമ്മളെ ഒപ്പി എടുത്തു വയ്ക്കും. പിന്നെ ഭയങ്കര സപ്പോർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രീനിഷ് മാഷിൻ്റെ എന്താ പറയുക, എന്താ ഞാൻ പറയണ്ട, മോളാണ് മാഷ്. നമ്മൾ പഠിപ്പിച്ചു കൊടുത്ത പിന്നെ മാഷ് അത് ഫുള്ള് അത് വൃത്തിയാക്കി നല്ല എന്താ പറയുക നൃത്തത്തിന് വേണ്ടി ജീവിക്കുന്നൊരു വ്യക്തിയാണ്. അതെ, വർഷങ്ങളായിട്ട് ഞങ്ങളുള്ള പരിചയമാണ്. ഞാൻ 3-4 വർഷമായി 8ാം ക്ലാസ് തൊട്ട് മാളിന് ഞാൻ പഠിപ്പിക്കുന്നത്. അപ്പോൾ എന്താ പറയുക, ഈ വർഷത്തെ ഒരു എന്താ പറയുക ഒന്നാമതെത്തണമെന്നാണ് എൻ്റെ പ്രാർത്ഥന. മാളു അങ്ങനെ എത്തുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് നിൽക്കുന്നത്. മാളുവിന്റെ അച്ഛനാണ്. എന്താണ് പേര്? അധ്യാപകനാണ്. ഓക്കെ. ഗുരുവിന്റെ പേരെന്തായിരുന്നു? പേര് ശ്രീരേഷ് രത്നാകരൻ, കാസർഗോഡ്. നന്നായിട്ട് കളിച്ചതായിട്ട് തോന്നിയോ മോള്? നന്നായിട്ട് കളിച്ചിട്ടുണ്ട്. അപ്പൊ എന്തായാലും ശുഭപ്രതീക്ഷയിലാണ്. എ ഗ്രേഡും കൊണ്ടേ പോകും. എ ഗ്രേഡും കൊണ്ടേ പോകും. ഒന്നുകൂടി ഉറച്ചങ്ങ് പറഞ്ഞേക്ക്. എ ഗ്രേഡും കൊണ്ടേ പോകും. ഉറപ്പായിട്ടും. പിന്നെന്താ. അപ്പൊ എന്തായാലും ഇവർ ശുഭപ്രതീക്ഷയിലാണ്. നമ്മളും ഇത്തരത്തിൽ നല്ല രീതിയിൽ ഒരു കുട്ടി കളിച്ചെത്തുന്നത് കാണുമ്പോൾ നമുക്കും ഒരുപാട് സന്തോഷമുണ്ട്. ക്യാമറാമാൻ ജിഷ്ണു കെയറിനൊപ്പം വിജിത, കേരള വിഷൻ ന്യൂസ്, തൃശൂർ.